السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله الذي نزل الفرقان على عبده ليكون للعالمين نذيرا وأشهد أن لا إله إلا الله وحده لا شريك له الذي لم يتخذ ولدا ولم يكن له شريك في الملك ولم يكن له ولي من الذل وكبره تكبيرا. صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنه لقرآن كريم في كتاب مكنون. صدق الله مولانا العلي العظيم. ഏറെ ആദരണീയരും ബഹുമാന്യരുമായ ആകാശലോകത്തിൻ്റെ അനുഗ്രഹീതമായ ആത്മീയ നാദധാരയായി മാനവലോകത്തിൻ്റെ മാനസാന്തരങ്ങളിൽ വഴികാട്ടിയായി സഹസ്രാബ്ദങ്ങളെ താണ്ടിക്കടന്ന മഹാത്ഭുതം വിശുദ്ധ ഖുർആനിൻ്റെ മനോഹരമായ ആലാപന ശൈലിയിലൂടെ ഷെയ്ഖ് മുഹത്തറം അൽ ഖാരി ഷെയ്ഖ് സൽമാൻ ഫലാഹി തവ്വലല്ലാഹു ഉംറഹു മഹാനവറുകളുടെ സ്വരരാഗസുതയിൽ ഖുർആനീക സംഗീതത്തിൻ്റെ ഛായവും ചമൽക്കാരവും ചേർത്ത മനോഹരമായ ഒരു ശുഭസായാഹ്നം അവിടെ ഖുർആനിൻ്റെ വാഹകരായി അതിൻ്റെ സേവകരായി നാം ഒരുമിച്ച് കൂടുകയാണ്. വളരെ സമയബന്ധിതമായി കഠികാര നിർബന്ധ ബുദ്ധിയോടെ സമാപിക്കേണ്ട ഒരു പ്രഭാഷണമാണ് എനിക്ക് നിർവഹിക്കേണ്ടതുള്ളത്. പഠനകാലം മുതലേ നമ്മളെല്ലാവരും കേൾക്കുന്ന ധാരാളം ചോദ്യങ്ങളും ഉത്തരങ്ങളുമുണ്ട്. പ്രപഞ്ചത്തിൽ ഏറ്റവും വിസ്തീർണമേതിനാണ് കൂടുതൽ? ഏറ്റവും ഘനമേതിനാണ് കൂടുതൽ? ഇങ്ങനെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ വൈവിധ്യ വിസ്മയങ്ങളെ ഇന്നലകളിലെ പഠനകാലങ്ങളിൽ കണ്ടുകൾ പഠിച്ച നാം ധാരാളം ഉത്തരങ്ങൾ അതിൽ കാണാൻ കഴിയുമെങ്കിലും ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ വസ്തു ഏതാണ്? സപ്തവാനങ്ങളെയും സപ്തഭൂഖണ്ഡങ്ങളെയും സപ്തസമുദ്രങ്ങളെയും സപ്താത്ഭുതങ്ങളെയും പേറി നൽകുന്ന ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ ഏറ്റവും ഭാരമേറിയ വസ്തു ഏതാണ്? ഭൂമിയേക്കാൾ ആയിരക്കണക്കിന് പിണ്ഡവലിപ്പമുണ്ട് സൂര്യൻ എന്നാണ് കണക്ക്. ഇതിനേക്കാൾ 20,000 വിസ്തീർണമുള്ള ഗ്രഹങ്ങളുണ്ടെന്നാണ് പ്രാപഞ്ചിക പ്രതിഭാസത്തിന്റെ അത്ഭുത സമവാക്യങ്ങൾ. പക്ഷേ എന്നാൽ ധാരാളം ഉത്തരം ഏറ്റവും ഭാരമേറിയത് എന്തിനെ എന്ന് ചോദിച്ചാൽ ധാരാളം ഉത്തരം അതിന് പറയാൻ കഴിയുമെങ്കിലും ഈ കാണുന്ന പ്രപഞ്ചത്തെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും താരകങ്ങളെയും ഉൽക്കകളെയും താരാപഥങ്ങളെയും ഗാലക്സികളെയും ഈ സമലമാന അഖിലലോക ബ്രഹ്മാണ്ഡ കടാഹത്തിന്റെ സകലതിനെയും സൃഷ്ടിച്ച ഇതിന്റെ സിട്ടാവായ അള്ളാഹുവിന്റെ മറുപടി ശാസ്ത്രലോകത്തിൻ്റെതല്ല. ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ വസ്തു അത് വിശുദ്ധമായ ഖുർആനാണ്. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല. ഓ നബിയെ, അങ്ങേക്ക് ഞാൻ അവതരിപ്പിച്ചു തരുന്നത് ഏറ്റവും ഭാരമേറിയ വസ്തുവാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട്.
എന്തുകൊണ്ടാണ് കാലങ്ങളെയും ദേശങ്ങളെയും സഹസ്രാബ്ദങ്ങളെയും അവഗണിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ മുമ്പോട്ട് പോകുന്നത് എന്ന് ചോദിച്ചാൽ, ലോകത്തിന്റെ ഏറ്റവും ഭാരമേറിയ വസ്തു നമുക്കെല്ലാവർക്കും ചിരപരിചിതമായി, ഇത് ചിലപ്പോൾ നിങ്ങൾക്കൊരു പരിഹാസം തോന്നാമെങ്കിലും നാം കണ്ടുപനുഭവിച്ചിരിക്കുന്ന ലോകത്തിന്റെ വൈവിധ്യമുള്ള വിശുദ്ധമായ ഖുർആനുകളിൽ നാം അച്ചടിച്ച് കാണുന്ന, നമ്മുടെ വീടുകളിലെ അരമാരകളിൽ സൂക്ഷിച്ചു വെച്ച ഖുർആൻ മുതൽ, ലോകത്തിലെ ഏറ്റവും വലിയ ഖുർആൻ മുതൽ ഭാരമില്ലാത്ത ഓൺലൈൻ ഖുർആൻ പതിപ്പുകൾ വരെ നമ്മുടെ മൊബൈലുകളിൽ ഇരിക്കുമ്പോൾ ഏറ്റവും ഭാരമുള്ള വസ്തു ഏത് എന്ന് ചോദിച്ചാൽ, അതതിന്റെ ഈ കാണുന്ന കേവലമായ ഭൗതികമായ ഭാരത്തെ പരിഗണിച്ചിട്ടല്ല. ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള വസ്തു അത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ്. അതുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധമായ ഖുർആൻ ആകാശ ലോകത്ത് നിന്ന് ഈ അതിർവരമ്പുകളില്ലാത്ത അത്ഭുത ലോകത്തിന് അനിർവചനീയമായ അനുഭൂതിയെ, ആകാശ ലോകത്തിന് അത്യുത്ഭുതമായ താഴ്വരകളിൽ നിന്ന് ഭൂമി ലോകത്തിന് നന്മകളുടെ മടിത്തട്ടിലേക്ക് അവതരിപ്പിച്ചു കൊടുത്ത നസല ബിഹി റൂഹുൽ അമീൻ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ വിശുദ്ധമായ ഖുർആനിനെ അവതരിപ്പിച്ചു കൊടുക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഭാരമേറിയ ഈ വസ്തുവിന്റെ ഭാരം വഹിക്കാൻ അല്ലാഹു ഏൽപ്പിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഏൽപ്പിക്കാനുള്ള കാരണം, ഏറ്റവും ഭാരമുള്ള ഏറ്റവും ശക്തിമാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഏൽപ്പിച്ചത് അതൊരു കമാൻഡർ പദവി ഉള്ളത് കൊണ്ട് മാത്രമല്ല, ഒരു സമൂഹത്തിനെ നശിപ്പിക്കാൻ തന്റെ ഒരു ചിറകിൽ കോരിയെടുത്തപ്പോ ഒരു വലിയ വിസ്തീർണമുള്ള ഭൂപ്രദേശത്തെ കീഴ്മേൽ മറിക്കാൻ കഴിയും വിധം ശക്തിയുള്ള ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഏൽപ്പിച്ചത് ആകാശ ലോകത്ത് നിന്ന് ഏറ്റവും ഭാരമുള്ള ആ വാക്കുകളെ ഭൂമിയിലേക്ക് ഇറക്കാൻ അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സുസാധ്യമാവൂ എന്നതുകൊണ്ടാണ്. ആ ഭാരത്തിന്റെ കാഠിന്യം എത്രയുണ്ടെന്ന് വിശദീകരിച്ചത് ഈ ഖുർആൻ അവതരണത്തിന്റെ മനോഹരമായ പശ്ചാത്തലത്തിന് വേദിയൊരുക്കിയ ഒരു മഹാവനിതയുണ്ട്. ഒരു സ്ത്രീക്ക് കിട്ടുന്ന ഭാഗ്യത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം ഏതെന്നറിയോ? അത് മിസ് യൂണിവേഴ്സ് ആവലോ മിസ് വേൾഡ് ആകലോ അല്ല, തന്റെ പ്രിയപ്പെട്ട തന്റെ ശരീരത്തോട് കെട്ടിപ്പിടിച്ച് പരിരംഭണം ചെയ്ത് കിടന്നുറങ്ങുന്ന ഭർത്താവിന്റെ നെറ്റിത്തടത്തിലൂടെ വിയർപ്പ് കണങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ ആകാശ ലോകത്തിന്റെ അള്ളാഹുവിന്റെ സംസാരത്തെ തന്റെ ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ നേരിട്ട് കാണാൻ കഴിഞ്ഞ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന നേരത്തിന്റെ ഹബീബിന് ഖുർആനിന്റെ ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുമ്പോ ആ ഭാരം കാരണത്താൽ എന്റെ തുടയെല്ലുകൾ പൊട്ടിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്ന രീതിയിൽ എന്റെ തുടയിലേക്ക് അമരുമായിരുന്നു. ശിരസ്സല്ല, പ്രവാചക ശിരസിന്റെ കനകാംബീര്യം കൊണ്ടല്ല, അവിടുത്തെ ശരീരത്തിന്റെ വലിപ്പം കൊണ്ടുമല്ല, അതിലേക്ക് ഇറക്കപ്പെടുന്ന ആകാശലോകത്തിന് അതീവമായ രഹസ്യങ്ങളിൽ നിന്ന് കടന്നു വരുന്ന ആ മഹാവാക്കുകളുടെ കനകാംബീര്യം കൊണ്ട് 23 വർഷക്കാലത്തെ പ്രബോധന കാലഘട്ടങ്ങളിലെ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും പ്രതിബന്ധങ്ങളെയും വൈതരണികളെയും വൈക്ലഭ്യങ്ങളെയും മറികടക്കാൻ കാലാനുസൃതമായി സന്ദർഭോചിതമായി അവതരിപ്പിക്കപ്പെട്ട സകലമാന സമസ്യകൾക്കും ഒരു പൂരണമായി അവതരിപ്പിക്കപ്പെട്ട അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ ഭാരം കൊണ്ടാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല എന്തുകൊണ്ടാണ് നമുക്ക് അത്ഭുതം തോന്നേക്കാം, യുക്തിവാദത്തിന്റെയും നിരീശ്വരവാദത്തിന്റെയും ചിന്തകൾക്ക് അത്ഭുതം തോന്നാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിന് ഭാരം കൂടാൻ കാരണം? അലിഫ് ലാം മീം എന്ന ചേർത്തു വച്ചാൽ പരസ്പരം യോജിപ്പില്ലാത്ത, സ്വന്തമായിട്ടൊരു അർത്ഥം പറയാൻ കഴിയാത്ത ആ ചില്ലക്ഷരങ്ങൾക്ക് പോലും അതിന് ഭാരം കൂടാൻ കാരണം അതിന്റെ ഉള്ളടക്കത്തിന്റെ പ്രാധാന്യമാണ്. ആ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കമാണ് അതിന്റെ ഭാരം എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്താണ് അതിന്റെ ഉള്ളടക്കം? ഒരു വലിയ പൊതി നമ്മളെടുത്താൽ, ഒരു വലിയ പാക്കറ്റ് നമ്മളെടുത്താൽ അതിന്റെ അകത്ത് എന്താണ് ഉള്ളത്? അതിന്റെ കനവും ഭാരവും മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. കാരണം അതിന്റെ ഉള്ളിലുള്ള ഉള്ളടക്കം എന്താണ് എന്നതിനെ പരിഗണിച്ചിട്ടാണ്. ആ ഉള്ളടക്കത്തിന്റെ കനമാണ് വലുതെങ്കിൽ ഈ വിശുദ്ധമായ ഖുർആനിന്റെ ഉള്ളടക്കം എന്താണ്? അള്ളാഹു പറയുന്നത്, ആ വിശുദ്ധമായ ഗ്രന്ഥത്തിന്റെ ഭാരത്തിന് ഹേതുവായി പറയപ്പെടുന്നത് അതിന്റെ ഉള്ളടക്കം മാ ഫർറത്നാ ഫിൽ കിതാബി മിൻ ഷൈ, ഈ ഉള്ളിൽ ഞാൻ വെറുതെ വിട്ട ഒന്നുമില്ല. മാ ഫർറത്നാ ഫിൽ കിതാബി മിൻ ഷൈ, ഖുർആനിനെ അടയാളപ്പെടുത്തുന്നത് അങ്ങനെയാണ്. മാ ഫർറത്നാ ഫിൽ കിതാബി മിൻ ഷൈ, ഈ വിശുദ്ധമായ ഗ്രന്ഥത്തിൽ ഞാൻ ഒന്നിനെയും ഒഴിവാക്കിയിട്ടില്ല.
ഏത് കാലത്തിലും ഏത് ലോകത്തിലും ഏത് ഭാവത്തിലും ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് എവിടെയൊക്കെ വേണമെന്നുള്ളടക്കം ആവശ്യമുണ്ടോ ആ സമയത്തെല്ലാം മനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലിക്കുല്ലി ഷൈ അവിടെ ഒരു പരമാണുവിന്റെ സാന്നിധ്യത്തിൽ പോലും പരമമായി നിങ്ങൾക്കൊരു പരിഹാരം വരണമെങ്കിൽ അതിനെയും ഞാൻ അതിന്റെ ഉള്ളടക്കത്തിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. എന്താണ് സഹോദരങ്ങളെ ഖുർആന്റെ ഉള്ളടക്കം? ആറ്റം മുതൽ ആഖിറം വരെ, പരമാണു മുതൽ പരലോകം വരെ ലോകത്ത് മനുഷ്യനെ കുറിച്ച് പറയാൻ ആ വിശുദ്ധമായ ഖുർആനിൽ മനുഷ്യനുണ്ട്. ആ വിശുദ്ധമായ ഖുർആനിൽ പറവകളുണ്ട്, അതിൽ പർവ്വതങ്ങളുണ്ട്, അതിൽ പരാഗങ്ങളുണ്ട്, അതിൽ ഉരകങ്ങളുണ്ട്. എല്ലാത്തിനെയും മനുഷ്യനെ മാത്രമല്ല, ജിന്നുകളെ മാത്രമല്ല, ഭൂതവർഗത്തെ മാത്രമല്ല, ആ വിശുദ്ധമായ ഖുർആൻ സകലമാന ജീവിവർഗത്തെയും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. വല്ലാഹു ഖലഖ കുല്ല ദാബ്ബ ഫമിൻഹും മയ്യംശി അലാ ബത്നി ഫമിൻഹും മയ്യംശി അലാ റിജ്ലൈൻ ഫമിൻഹും മയ്യംശി അലാ അർബ. അതിൽ ഇരുകാലിയുണ്ട്, അതിൽ നാൽക്കാലിയുണ്ട്, അതിൽ ഏകകോശ ജീവിയായ അമീബയടക്കമുള്ള ഒരു ആയത്തിൽ എന്തൊക്കെയാണ് അല്ലാഹു പറയുന്നത്? ഈ ഭൂമി ലോകത്തിന്റെ ചരാചര പ്രപഞ്ചത്തിൽ ഏതൊക്കെയുണ്ടോ അതിനെയെല്ലാം ഞാൻ അതിന്റെ ഉള്ളടക്കത്തിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അതിൽ മനുഷ്യനുണ്ട്, അതിൽ പറവകളുണ്ട്, അതിൽ പരാഗങ്ങളുണ്ട്, അതിൽ പർവ്വതങ്ങളുണ്ട്, അതിൽ പരമാണുവുണ്ട്, അതിൽ പരമപ്രപഞ്ചവുമുണ്ട്. കാരണം ഇത് പരിപാലകനായ പടച്ച തമ്പുരാൻ ഈ ലോകത്തോട്ട് അനുവദിച്ചു കൊടുത്തതാണ്. നമുക്ക് ഈ ലോകത്ത് കാണുന്ന ഏറ്റവും വലിയ അത്ഭുതങ്ങൾ, മനുഷ്യനേക്കാൾ വലിയ അത്ഭുതമാണ് ആകാശം, ആകാശത്തേക്കാൾ വലിയ അത്ഭുതമാണ് മനുഷ്യൻ. അല്ലാഹു പറയാൻ, മനുഷ്യ ശരീരത്തെ നിങ്ങൾ പരിശോധിക്കുമ്പോൾ അതാണ് അത്ഭുതമെന്ന് തോന്നും. ആകാശത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അത് ആകാശമാണ് വലുതെന്ന്. എല്ലാത്തിനെയും, അതിൽ ഉറുമ്പുണ്ട്, അതിൽ തേനീച്ചയുണ്ട്, അതിൽ എട്ടുകാലിയുണ്ട്, അതിൽ ആനയുണ്ട്. എന്തിനാണ് ഇത്രമേൽ മനോഹരമായി ഈ വിശുദ്ധമായ ഖുർആനിനെ അല്ലാഹു നൽകിയത്? ആ ഖുർആനിന്റെ പ്രവേശികയാണ് സൂറത്തുൽ ഫാത്തിഹ. അതിന്റെ ആയത്തുകൾ മാത്രമല്ല, അതിന്റെ സൂറത്തുകൾ പോലും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. ഈ വിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് ഖുർആന്റെ പ്രവേശികയാണ് സൂറത്തുൽ ഫാത്തിഹ. രണ്ടാമത്തെ സൂറത്ത് സൂറത്തുൽ ബഖറ. നാൽക്കാലി 6-ാം നൂറ്റാണ്ടിൽ അല്ലാഹു ഇല്ല എന്ന് പറഞ്ഞവരോട് അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ വമനാത സാലിസത്തുൽ ഉഖറ അലകുമുദ് ദക്കറു വലകുൽ ഉൻസാ. ദിവ്യത്വം കൽപ്പിക്കപ്പെട്ട് കരിങ്കൽ വിഗ്രഹങ്ങളുടെ മുമ്പിൽ അട്ടാംഗ പ്രണാമം ചെയ്ത ഒരു അജ്ഞാത ജനതയോട് വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കുമ്പോ രണ്ടാമത്തെ സൂറത്തിന്റെ പേര് ജന്നാത്തുൽ ഫിർദൗസിന്റേതല്ല, ഹജറുൽ അസ്വദിന്റേതല്ല, മഖാമു ഇബ്രാഹിമിന്റേതല്ല. ആർക്കും പരിഹസിക്കാൻ കഴിയും വിധം അൽ ബഖറ 4 ആ സൂറത്തുകൾ എടുത്തു വെച്ചതുപോലെ ചിതറിത്തെറിച്ചത് എവിടെയെങ്കിലും എടുത്തു വെച്ച ക്രമപ്രവിദ്ധമല്ലാത്ത ഒരു സൃഷ്ടിപ്പല്ല അതിൻ്റെത്. ബഖറ കഴിഞ്ഞാൽ ആല ഇമ്രാൻ കഴിഞ്ഞാൽ നിസാ, അത് കഴിഞ്ഞാൽ മാഇദ. ഇതാരെങ്കിലും വെറുതെ എടുത്തു വെച്ചതോ അല്ലെങ്കിൽ LDF UDF വന്നപ്പോ മാറ്റാൻ പറ്റുന്നതുമല്ല. ഇത് അങ്ങനെ ഇങ്ങനെ മാറ്റാൻ പറ്റുന്നതുമല്ല സഹോദരങ്ങളെ. അൽ ബഖറ 4 എന്തുകൊണ്ടെന്നറിയോ? ആ 4 നിന്ന് ഒരാൾ പാരായണം ചെയ്യാൻ ബഖറ മുതൽ തുടങ്ങിയാൽ അവസാനത്തെ സൂറത്തിന്റെ പേര് അന്നാസ്, മനുഷ്യൻ. ഒരാൾ ഖുർആൻ തുറന്ന് പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോ അവന് 4 സ്വഭാവമാണെങ്കിൽ അന്നാസിലെത്തുമ്പോൾ അവനൊരു പൂർണ്ണ മനുഷ്യനായി തീരണം എന്നതാണ് അല്ലാഹുവിന്റെ ഇതിന്റെ സിട്ടാവിന്റെ തീരുമാനം. ആരെ പോലെ? ഖത്താബിന്റെ മകൻ ഉമർ അന്നാസ് അവതരിപ്പിക്കുമ്പോൾ സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയി പോയതുപോലെ മനുഷ്യന്റെ ജീവിതത്തിന്റെ പരിണാമത്തിന്റെ പരിവർത്തനത്തിന്റെ ഏറ്റവും വലിയ സാന്നിധ്യമാണ് വിശുദ്ധമായ ഖുർആൻ. അൽ ബഖറ 4. ഇനിയും അതിനെ നമുക്ക് വായിക്കാം, ഈ ഖുർആനിനെ നമുക്ക് വായിക്കാം. അൽ ബഖറ 4. പുതിയ കാലത്തേക്ക് നമ്മൾ അതിനെ ചെയ്യാൻ പോയാൽ ഈ നൂറ്റാണ്ടിൽ അത് പ്രസക്തമാണ്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വാദമേതെന്നറിയുമോ? തിരുവനന്തപുരത്തെ ഒരു കോളേജിൽ നടത്തിയ അഭിപ്രായ സർവേയിൽ ആ കോളേജിലെ 80% പെൺകുട്ടികളും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കാത്തവരാണ്. അവർക്ക് വിവാഹം വേണ്ട, ലിവിങ് ടുഗദർ. ആഗ്രഹമുള്ളപ്പോൾ പ്രാപിക്കുകയും ആഗ്രഹമുള്ളപ്പോൾ ഭോഗിക്കുകയും ആഗ്രഹമുള്ളപ്പോൾ പിരിയുകയും ചെയ്യുന്ന സാമൂഹ്യദ്രോഹികളെ സൃഷ്ടിക്കുന്ന, പണ്ട് ഫാദർലെസ് അമേരിക്ക എന്ന് പറഞ്ഞതുപോലെ പിതാവാരെന്നറിയാത്ത സാമൂഹ്യദ്രോഹികളെ സൃഷ്ടിക്കുന്ന, സമൂഹത്തിന്റെ ഈ സ്വച്ഛന്തമായ വികാരത്തിന് തടസ്സം നിൽക്കുന്ന ലിവിങ് ടുഗദർ.
നാൽക്കാലികളെ പോലെ. അള്ളാഹു പറയുകയാണ് അൽ ബക്കറ, മനുഷ്യൻ നാൽക്കാലിയെ പോലെ ആവരുത്. നാൽക്കാലികൾ കല്യാണം കഴിക്കാറില്ല. നാൽക്കാലികൾക്ക് ലോകത്തൊരിടത്ത് നിക്കാഹിന്റെ സംവിധാനമില്ല. അതുകൊണ്ടാണ് ഇന്നും തിരുവനന്തപുരം നഗരത്തിലെ മ്യൂസിയത്തിന്റെ വടക്കേ കവാടത്തിൽ പോയാൽ ഒരു പ്രതിമ കാണാൻ ദിനോസർ ഉണ്ട്. എന്തുകൊണ്ടാണ് ദിനോസർ വംശനാശം സംഭവിച്ചു പോയത്? ആ ദിനോസർ എന്ന് പറയുന്ന മനുഷ്യനേക്കാൾ 10 ഇരട്ടി വലിപ്പമുള്ള ഈ വർഗം വംശനാശം സംഭവിച്ചത് അവർ തമ്മിൽ യുദ്ധം ചെയ്തിട്ടില്ല. അവരുടെ ഇടയിൽ കൃത്യമായ പ്രത്യുൽപാദന മാർഗമില്ലാത്തത് കൊണ്ടാണ്. അപൂർവവർഗത്തിലുള്ള ചിത്രശലഭത്തെ കാണുന്നത് അവരുടെ ഇടയിൽ കൃത്യമായ ഒരു പ്രത്യുൽപാദന കർമ്മമില്ലാത്തത് കൊണ്ടാണ്. ലോകത്തുള്ള 8 കോടി ജീവജാലങ്ങളെ പോലെയല്ല മനുഷ്യൻ. വലക്കത് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ ഞാൻ ബഹുമാനിച്ചതാണ്. ഞാൻ ബഹുമാനിച്ച ഒരു ജീവിവർഗം വംശനാശം സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് കൃത്യമായി നിക്കാഹ് ഉണ്ടാകണം. അൽ ബക്കറ, മനുഷ്യ നാൽപ്പാലിയെ പോലെ ആവരുത്. അള്ളാഹു പറയുകയാണ് അടുത്ത സൂറത്ത് ആല ഇമ്രാൻ എന്ന് പറഞ്ഞാൽ ഇമ്രാന്റെ കുടുംബം. നാൽക്കാലിയെ പോലെ കൂട്ടും കുടുംബവും ഇല്ലാതെ നീ വെറുതെ ജീവിക്കേണ്ടവനല്ല. ഇമ്രാന്റെ കുടുംബം പോലെ നിനക്കൊരു കുടുംബം ഉണ്ടാകണം, ഭാര്യ ഉണ്ടാകണം, മക്കൾ ഉണ്ടാകണം, തലമുറ ഉണ്ടാവണം. ആലു ഇമ്രാൻ കഴിഞ്ഞാൽ അടുത്ത അധ്യായത്തിന്റെ പേര് അന്നിസാ, സ്ത്രീ. ഒരു സ്ത്രീയിലൂടെയാണ് കുടുംബത്തിന്റെ എല്ലാ ബന്ധങ്ങളും ഉണ്ടാവുന്നത്. സ്ത്രീയാണ് കുടുംബത്തിന്റെ ആധാരശില. അവളിലൂടെയാണ് നിക്കാഹിന്റെ തലമുറകൾ ഉണ്ടാകുന്നത്. അന്നിസാ, സ്ത്രീ. 4-ാമത്തെ സൂറത്തിന്റെ പേര് അൽ മാഇദ, ഭക്ഷണത്തളിക. ഒരു സ്ത്രീ വിളമ്പുന്ന ഭക്ഷണത്തളികയുടെ ചുറ്റുമാണ് കുടുംബത്തിന്റെ സൗന്ദര്യവും സൗഹൃദവും ഉണ്ടാവേണ്ടത്. ഇങ്ങനെ ഏത് കാലങ്ങളുടെ പൂരണമില്ലാത്ത പ്രശ്നങ്ങൾക്ക് ഖുർആനിലേക്ക് വായിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഉത്തരം നൽകുന്ന മനോഹരമായ, നമ്മുടെ ജീവിതത്തിൽ എന്നും ചന്ദ്രനിൽ പോയി റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയാലും അതിനും ഉത്തരം നൽകാൻ നമുക്ക് കഴിയുമെങ്കിൽ കഴിയുന്ന ഒരു ഗ്രന്ഥത്തിന്റെ പേരാണ് വിശുദ്ധമായ ഖുർആൻ. ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിൽ ചന്ദ്രനിൽ റിയൽ എസ്റ്റേറ്റ് തുടങ്ങാൻ പോവുകയാണ്. ആയിക്കോട്ടെ. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ് ഇൻ ഇസ്തതഅ്തും അൻ തൻഫുദൂ മിൻ അഖ്താരി സമാവാതി വൽ അർളി ഫൻഫുദൂ ലാ തൻഫുദൂ ഇല്ലാ ബിസുൽത്താൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവാം. ആകാശഭൂമികളുടെ അച്ചുതണ്ടുകളെ ഭേദിച്ചിട്ട് ബഹിരാകാശ ലോകത്തിലേക്ക് പാത്ത് ഫൈൻഡർ സോജർണറും അയച്ച് ഇനി നിനക്ക് അവിടെയും ആവാസ വ്യവസ്ഥിതികളെ പുനഃക്രമീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആയിക്കോളൂ, ഫൻഫുദൂ, ആയിക്കോളൂ, തുളച്ചു കയറിപ്പോക്കോളൂ. പക്ഷേ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ, ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ വലിയ ശ്രമകരമായ ഒരായാസത്തിലൂടെ അല്ലാതെ അതിന് സാധ്യമാവുകയില്ല. ആകാശഭൂമികൾ വിശാലമാകട്ടെ. നീ ഒരു ആസ്ട്രോണമിസ്റ്റ് ആണോ? ആകാശത്തെ കുറിച്ചാണോ നിനക്ക് പഠിക്കേണ്ടത്? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നിന്റെ കൂടെ റെഫറൻസിന്റെ ഗ്രന്ഥമായി നിന്റെ കൂടെ വരും. നിനക്ക് ആകാശത്തെ കുറിച്ച് പഠിക്കണോ? ലോകത്തോട് പറഞ്ഞോളൂ. അള്ളാഹു ചോദിക്കുന്ന ഏറ്റവും മനോഹരമായ ഒന്ന്, ആകാശ ലോകത്തിന്റെ മനോഹരമായ താഴ്വാരകളിലേക്ക് നിനക്ക് കടന്നു ചെല്ലാം. പടച്ചവൻ പറഞ്ഞത് നീ അതിലേക്ക് കടന്നു ചെല്ലാനാണ്. വെള്ളിയാഴ്ച മൈതാനം പള്ളിയിൽ ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ ഉസ്താദ് അവറുകൾ ഖുത്ബ ഓതി, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയാൽ സുജൂദിന്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത്. അപ്പോഴാണ് മുമ്പിൽ ഓതുന്നത് അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇല സമാഇ കൈഫ റുഫിയത്. ആകാശത്തേക്ക് നിങ്ങൾ നോക്കാത്തത് എന്ത് എന്ന്. ആ സമയത്ത് നോക്കേണ്ടത് സുജൂദ് ചെയ്യേണ്ട സ്ഥലത്തേക്കാണ്. സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നോക്കുമ്പോഴും വെള്ളിയാഴ്ചകളിൽ ആകാശങ്ങളിലേക്ക് നിങ്ങൾ നോക്കാൻ പറയുന്ന, ഒട്ടകത്തിലേക്ക് നിങ്ങളെ ചിന്തകളെ പാറിച്ചുവിടാൻ പറയുന്ന അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ വഴികാട്ടിയാവണം. ആ ജീവിതത്തിന്റെ ഏത് തലങ്ങളിൽ നമ്മൾ നിൽക്കുന്നവരാണെങ്കിലും അവർക്കെല്ലാം വഴികാട്ടിയാവാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന് കഴിയും. നിങ്ങളൊരു ഡോക്ടറാണോ? എന്നാൽ വിശുദ്ധമായ ഖുർആൻ നിങ്ങൾക്ക് വഴികാട്ടിയാവും. ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ ഏറ്റവും അതിസങ്കീർണമായ ഒന്ന് മനുഷ്യന്റെ ഈ കാണുന്ന അവന്റെ ശരീരമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര മനോഹരമായിട്ടാണ് നമ്മളോട് പറയുന്നത് എന്ന്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു പുരുഷൻ ഒരു പ്രാവശ്യം ശ്രവിക്കുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ 20 കോടി മുതൽ 40 കോടി വരെ ബീജങ്ങൾ ഉണ്ടാകുമെന്നാണ്. മാതാപിതാവിന്റെ മുതുകിൽ നിന്ന് മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് കടന്നു വരുമ്പോ 40 കോടിയോളം വരുന്ന ബീജങ്ങളെ അതിലേക്ക് കടത്തി വിട്ടിട്ട് അള്ളാഹു ചോദിക്കുന്നുണ്ട്, അതിൽ നിന്ന് 39,99,999,999 ബീജങ്ങളെ നശിപ്പിച്ചിട്ട്, കോശങ്ങളെ നശിപ്പിച്ചിട്ട് ഒരെണ്ണത്തെ മാത്രം അള്ളാഹു പ്രത്യുൽപാദനത്തിൽ തെരഞ്ഞെടുക്കാൻ. ആ ഇന്ദ്രിയത്തിൽ നിന്നുള്ള ഒന്നിൽ നിന്നല്ലേ നിന്നെ ഞാൻ സൃഷ്ടിപ്പിന് വേണ്ടി തെരഞ്ഞെടുത്തത് എന്ന്. എത്ര മനോഹരമാണ് ഈ ചോദ്യം. അത് ഉമ്മയുടെ ഗർഭാശയത്തിന്റെ ഉള്ളിലോട്ട് കടന്നു വന്ന് അത് പിന്നീട്
അത് പിന്നീട് ഈ ജനനത്തിന്റെ വൈവിധ്യ ഘട്ടങ്ങളെ കടന്ന് സമയമില്ലാത്തത് കൊണ്ട് ഓതാൻ സമയമില്ല. ഖലഖന നുത്ഫത അലക തുമ്മ ഖലഖന നുത്ഫത അലക ഫഖലഖന അലകത മുളഗ ഫഖലഖന മുളഗത ഇലാമ. ഞാൻ നിങ്ങളൊരു MBBS ഡോക്ടറാണോ? ഒരു ഗവേഷണത്തിന്റെ ജാലക വിരിയ നിങ്ങളോട് ഖുർആൻ ചോദിക്കുകയാണ്. അതിലേക്ക് കടന്നു വന്ന് അത് പിന്നീട് ഉമ്മയുടെ ഗർഭാശയത്തിൽ 3 ഇരുട്ടറകൾക്കുള്ളിൽ സൂക്ഷിക്കപ്പെട്ട് ആംനിയോൺ, കോറിയോൺ, പ്ലാസന്റ, ഈ 3 ഇരുട്ടറയുടെ ഉള്ളിൽ സൂക്ഷിക്കപ്പെടുകയാണ്. നമ്മളെ ഖുർആൻ ചോദിക്കുന്നുണ്ട് യഖ്ലുഖുകും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫീ ദുലുമാത്തിൻ സലാസ്. ഈ 3 ഇരുട്ടറയിൽ നിങ്ങളെ സൂക്ഷിച്ചു വെച്ചതാരാണ്? സഹോദരങ്ങളെ, ഞാൻ ഒറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ലോകത്ത് ധാരാളം ചിത്രകാരന്മാര് കടന്നുപോയിട്ടുണ്ട്. മൊണാലിസയെ വരച്ച പിക്കാസോയും ഡാവിഞ്ചിയും എന്ന് വേണ്ട, MF ഹുസൈൻ അടക്കമുള്ള ഇന്ത്യയുടെ പാരമ്പര്യത്തെ പ്രകീർത്തിപ്പെടുത്ത MF ഹുസൈൻ അടക്കമുള്ള തങ്ങളുടെ വേണ്ട തിരുവനന്തപുരത്ത് ശകുന്തളയുടെ ചിത്രം വരച്ച് രാജ്യാതിഥികളുടെ മുകളിലേക്ക് കേരളത്തിന്റെ ഈ ചിത്രകലയുടെ പെരുമയെത്തിച്ച രാജാ രവിവർമ്മയടക്കമുള്ള കൈവിരലുകളുടെ മാന്ത്രികതകൾ കൊണ്ട് മാന്ത്രിക സ്പർശമുള്ള മനോഹരമായ ഛായാചിത്രങ്ങളെ ലോകത്ത് വരച്ച ചിത്രകാരന്മാരുണ്ട്. ലോകത്തിന്നേ വരെ പൂർണ്ണമായ ഒരു ഇരുട്ടറയുടെ ഉള്ളിൽ വെച്ച് ചിത്രം വരച്ച ഒരു ചിത്രകാരനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പറ്റുമോ? ഡോക്ടർമാരോടാണ് എന്റെ ചോദ്യം, ചിത്രകാരന്മാരോടാണ് എന്റെ ചോദ്യം. ഇന്നേ വരെ ഇരുട്ടറയുടെ ഉള്ളിലിരുന്നിട്ട് കൂരാകൂരിട്ടിന്റെ ഉള്ളിലിരുന്നിട്ട് മനോഹരമായി ചിത്രം വരച്ച ഏതെങ്കിലും ഒരു ചിത്രകാരനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പറ്റുമോ? കഴിയില്ല. അങ്ങനെ ശ്രമിച്ചാൽ തന്നെ അവസാനം അത് അനാച്ഛാദനം ചെയ്യുമ്പോൾ അപാകതകൾ ഉണ്ടാവാം. പക്ഷേ 3 ഇരുട്ടറയുടെ ഉള്ളിൽ, ഒരു ഇരുട്ടറയല്ല 3 ഇരുട്ടറയുടെ ഉള്ളിൽ നിങ്ങളെ വെച്ച് ഇത്ര മനോഹരമായി ഈ ഇരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ കണ്ണുകളും കാലുകളും കൈകളും കരളുകളും കൽബും മൂക്കുമൊക്കെ യഥാസ്ഥാനത്ത് വെച്ച് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലോട്ട് വരുമ്പോ ഇത്രയും മനോഹരമായ നിങ്ങളെ 3 ഇരുട്ടറക്കുള്ളിലാണ് അഹമ്മദ് കബീറിന്റെ ചിത്രം വരച്ചത്. പക്ഷെ എന്റെ കണ്ണിന്റേതല്ല ഷരീഫ് ഉസ്താദിന്റെ കണ്ണിന്റെ ഭംഗി, എന്റെ തലയുടെ ആകൃതിയല്ല തൊട്ടടുത്തിരിക്കുന്നവരുടെ ആകൃതി, എന്റെ നാവിന്റെ ശബ്ദമല്ല, എന്റെ മൂക്കിരിക്കുന്നത് പോലെയല്ല പ്രിയപ്പെട്ട സുഹൃത്ത് മുഷ്കാത്ത് മൗലയുടെ മൂക്ക്. ഈ ഇരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ മുഖങ്ങൾ തമ്മിൽ സമാനതകളില്ല. എല്ലാ അവയവങ്ങളും ഇരിക്കുന്നത് ഒരേ സമസ്ഥാനത്താണെങ്കിലും സമാനതകളില്ലാതെ അന്യൂനമായി ഇത്ര മനോഹരമായി നിങ്ങളെ ഡിസൈൻ ചെയ്തതാരാ? ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ലോകത്തിലെ ഏറ്റവും സൂപ്പർ ഡിസൈനർ ഇതിന്റെ അല്ലാഹുവാണ്. വിശുദ്ധ ഖുർആൻ ഡോക്ടറോട് ചോദിക്കുകയാണ് ഇത്ര മനോഹരമായി ഡിസൈൻ ചെയ്യാൻ. ലോകത്ത് ജീവിച്ചിരിക്കുന്ന 600 കോടി ജനങ്ങൾ, ചൈനക്കാരുണ്ട്, നേപ്പാളികളുണ്ട്, മണിപ്പൂരികളുണ്ട്, മലയാളികളുണ്ട്, കരീബിയൻ ദ്വീപിൽ താമസിക്കുന്നവരുണ്ട്, യൂറോപ്യന്മാരുണ്ട്. ഇത്ര സമാനതകളില്ലാതെ മനോഹരമായി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, ഇത്രയും വലിയ സൂപ്പർ ഡിസൈനർ അല്ലാഹുവാണ്. നിങ്ങൾ ഇതേവരെ ചിന്തിച്ചിട്ടുണ്ടോ? അഫലാ തഅഖിലൂൻ. ചിന്തിക്കാത്തത് എന്തെന്ന് ഖുർആൻ ചോദിക്കുന്നത് നമ്മളോടാണ് ചോദിക്കുന്നത്. ലോകത്തിന്റെ സകലമാന മേഖലകളിലും നിങ്ങളൊരു ആസ്ട്രോണമിസ്റ്റ് ആണോ? സമയത്തിന്റെ പരിമിതി കൊണ്ട് അത്രമേൽ വിശദമായി പറയാൻ എനിക്ക് സാധ്യമാവുകയില്ല. 8 മണിയുടെ മാവേലിക്ക് എനിക്ക് തിരിച്ചു പോകണം. ഇത്രമേൽ മനോഹരമായി ഞാനൊരു എന്തിനാണ് സഹോദരങ്ങളെ, എവിടെയാണ് നിങ്ങൾ ഖുർആനിനെ മാറ്റിവെക്കുന്നത്? എവിടെയാണ് മാറ്റിവെക്കുന്നത്? നീ ഒരു വാന നിരീക്ഷകനാണോ? അല്ലാഹുവിന്റെ ചോദ്യം മാനത്തോട്ട് നോക്കാത്തതെന്ന്. അഫലം യൻദുറൂ ഇല സമായി ഫൗകഹും കൈഫ ബനൈനാഹാ വസയ്യനാഹാ വമാ ലഹാ മിൻ ഫുറൂജ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച ഏതാ? ചിറാപുഞ്ചി, ലോസ് ആഞ്ചലസ്, ജനീവ, നയാഗ്ര. 13 ഡിഗ്രി മൈനസിലേക്ക് പോയ മൂന്നാറിലെ പച്ചപ്പരവതാനിരിച്ച പുൽമേടുകളുടെ ഇടയിലൂടെ സുന്ദരി പെണ്ണിന്റെ കാലിൽ കിടക്കുന്ന വെള്ളിക്കൊടുസ് പോലെ വെള്ളച്ചാട്ടം ഇങ്ങനെ തടം തല്ലിയാത്തൊടുക്കുന്ന മൂന്നാറ്, മൈനസിലേക്ക് പോയ ഊട്ടി. 3 പ്രാവശ്യം പോയാൽ ഭാര്യ പറയും എപ്പോഴും അങ്ങോട്ടല്ലേ പോകുന്നത്, ഇന്ന് പുതിയൊരു സ്ഥലം പിടിക്കാം. കണ്ടിട്ടും കൗതുകം തീരാത്ത കാമിനിയെ പോലെ കണ്ണുകൊണ്ട് കടാട്ടിച്ച് നിൽക്കുന്ന 50 വർഷമാകുന്നു കാണാൻ തുടങ്ങിയിട്ട്. നമ്മളൊക്കെ 40 വർഷമാകുന്നു കാണാൻ തുടങ്ങിയിട്ട്. കണ്ടിട്ടും മടുപ്പും വിരസതയും തോന്നാത്ത ഒരേ ഒരു കാഴ്ച അല്ലാഹു പറയുന്നുണ്ട്, ആകാശമാണ്. അഫലം യൻദുറൂ ഇല സമായി ഫൗകഹും വലഖദ് സയ്യന്ന സമാഅ ദുനിയാ ബിമസാബിഹ. നിങ്ങൾ ഈ ആകാശത്തിലെ ഈ രാത്രിയിൽ ഒരു സുന്ദരിയെ പോലെ കണിയിച്ചൊരുക്കി നിൽക്കുന്ന നക്ഷത്രങ്ങൾ കണ്ണി ചിമ്മി തുറക്കുന്ന ആകാശത്ത് നിങ്ങൾ കാണുന്നില്ലേ? എങ്ങനെയാണ് ഞാൻ അതിനെ പടുത്തുയർത്തിയത്? അതിനെ ഞാൻ ഇത്ര മനോഹരമാക്കിയത് എങ്ങനെയാണ്?
പടച്ചോൻ പറയാണ് സുമ്മർജിൽ ബസറ കറത്തൈൻ, വീണ്ടും 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 നിങ്ങൾ നോക്ക്. ഇന്നത്തെ ആകാശമല്ല ജനുവരിയുടെ ആകാശം, ജനുവരിയുടെ ആകാശമല്ല വസന്തത്തിലെ ആകാശം, വസന്തത്തിലെ ആകാശമല്ല ഹേമന്തത്തിലെ ആകാശം. ഓരോ ദിവസവും ഓരോ മണിക്കൂർ കഴിയും തോറും വൈവിധ്യമായ കാഴ്ചകൾ ഒരുക്കി തരുന്ന ആകാശത്തിലേക്ക് നിന്റെ ഗവേഷണപരത കടന്നു പോകാത്തത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചോദിക്കുകയാണ്. ഇതൊന്നും വളരെ ചെറുതായി നമ്മൾ കാണേണ്ടതില്ല. നീ ഒരു അധ്യാപകനാണോ, സ്കൂളിൽ പഠിക്കുന്ന ഒരു അധ്യാപകനാണോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. ആദ്യമായി സ്കൂളിൽ വന്നിരിക്കുന്ന മരബെഞ്ചിൽ ഇങ്ങനെ ആടുന്ന മരബെഞ്ചിലിരുന്ന് കുട്ടികൾക്ക് 1 2 3 4 5 6 7 8 9 10 ഇത് എണ്ണി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണോ? വിശുദ്ധ ഖുർആനെ നീ ഒന്ന് പഠിച്ചു നോക്ക്. ആരാണ് നിങ്ങളെ എണ്ണാൻ പഠിപ്പിച്ചത്? നിങ്ങളൊന്ന് എന്റെ കൂടെ ഒന്ന് എണ്ണി നോക്കൂ. 10 ആയത്തുകൾ, 10 സൂറത്തുകൾ, 10 അക്ഷരങ്ങൾ, വൈവിധ്യങ്ങളുടെ വിസ്മയം തുറക്കുകയാണ് വിശുദ്ധമായ ഖുർആൻ. ഫദഉ ഇലാ തആമിൻ വാഹിദിൻ, വാഹിദ് ഒന്ന്, ഫഅർസൽനാ ഇലൈഹിം ഇസ്നൈൻ, ഇസ്നൈൻ രണ്ട്, ഫഅസ്സസ്നാ ബിസാലിസ് സൂറത്ത് യാസീൻ സാലിസ് 3, ഫഖുദ അർബഅതൻ മിനത് ത്വയ്ർ 4, 4 സയഖൂലൂന ഖംസത്തുൻ 5, 5 അല്ലദീ ഖലഖ സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ 6 അയ്യാം 6, 6 അല്ലദീ ഖലഖ 7 സമാവാതിൻ ദിബാക 7, 7 സൂറത്ത് നൂഹ് 8 അസ്വാദിൻ 8, 8 വകാന ഫിൽ മദീനത്തി 9 റഹത്തിൻ 9, 9 തിൽക അശറത്തുൻ കാമില, അശറ 10. ആരാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞത് ആകാശം മാത്രമല്ല, സ്കൂളിലെ ബെഞ്ചിൽ പോലും ഖുർആൻ നമുക്ക് അറിയാൻ. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ല, 11, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ഇന്നി റഅയ്തു 11 കൗകബ, 11 11, 12 12. അത് കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധമായ ഖുർആൻ 1 മുതൽ 1 ലക്ഷം വരെ എണ്ണി പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. കാരണം അത് സാഹിത്യത്തിന്റെ അങ്ങേയറ്റത്താണ് വിശുദ്ധമായ ഖുർആന്റെ ഉള്ളടക്കം. അടുത്തത് 30 ലൈല 30-40. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ അത്ഭുതത്തിന്റെ രഹസ്യം തുറക്കുകയാണ്. ഖുർആന്റെ ജാമിതീയ കണക്കുകളെ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു പോവുകയാണ്. അത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഹിസ്റ്ററി പഠിക്കാറുണ്ട്. ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഒരു രാഷ്ട്രത്തെ നമ്മൾ പരിചയപ്പെടുന്നത് എങ്ങനെയാണ്? ആദ്യം വിസ്തീർണം, ഇന്ത്യ വിസ്തീർണം, രണ്ടാമത് ജനസംഖ്യ. ഏത് രാജ്യത്തെയും നമ്മൾ അറിയാനുള്ള മാനദണ്ഡം ഹിസ്റ്ററിയിൽ ആദ്യം വിസ്തീർണം, രണ്ടാമത് ജനസംഖ്യ. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുമ്പോ യൂനുസ് നബിയെ നീനവ എന്ന രാജ്യത്തിലേക്ക് ഞാൻ പറഞ്ഞു വിട്ടു. അവിടുത്തെ ജനസംഖ്യ 1 ലക്ഷത്തിലപ്പുറമായിരുന്നു. ആദ്യമായി ഖുർആൻ ജനസംഖ്യയെ പറയാൻ ഇങ്ങനെ വായിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ, ഖുർആനിനെ പഠിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ, ഇത് മരിച്ചെടുത്ത് മാത്രം ഓതാനല്ല, ജീവിച്ചിരിക്കുമ്പോൾ ഇതിനെ പ്രണയിക്കാനാണ്, ജീവിച്ചിരിക്കുമ്പോൾ ഇതിന്റെ പുറകെ നടക്കാനാണ്. ഈ ഖുർആനിനെ നീ ഒരു നാടകരചയിതാവാണോ? KPSCയുടെ നാടകമുണ്ട്, കായംകുളം KPSCയുടെ മനോഹരമായ നാടകമുണ്ട് നാരായണത്ത് ഭ്രാന്തൻ. കേരളത്തിലെ റൊമാന്റിക് ഭാവനയിൽ ഏറ്റവും മനോഹരമായ ഒരു സങ്കല്പമാണ് നാരായണത്ത് ഭ്രാന്തൻ. എന്താണ് നാരായണത്ത് ഭ്രാന്തൻ? നാരായണത്ത് ഭ്രാന്തൻ എന്ന് പറഞ്ഞാൽ ആ നാരായണത്ത് ഭ്രാന്തൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ മലയുടെ മുകളിലേക്ക് പാറ ഇങ്ങനെ ചുരുട്ടിക്കയറ്റി, എന്നിട്ട് രാത്രിയാകുമ്പോൾ വൈകുന്നേരമാകുമ്പോൾ അത് അതേപടി താഴേക്ക് ചുരുട്ടിയിട്ടിട്ട് അയാൾ കൈകൊട്ടിച്ചിരിക്കും. ഇതാണ് നാരായണത്ത് ഭ്രാന്തൻ. കേരളത്തിലെ റൊമാന്റിക് ഭാവനയിൽ നാടക സങ്കല്പത്തിൽ ഏറ്റവും വലിയ ഒരു സങ്കല്പമാണ് നാരായണത്ത് ഭ്രാന്തൻ. ഇപ്പോഴും അത് ഉപയോഗിക്കപ്പെടാറുണ്ട്. എന്നാൽ നിങ്ങൾ നാരായണത്ത് ഭ്രാന്തന്റെ സങ്കല്പത്തെ നിങ്ങൾ വല്ലാതെ പാടിപ്പുകഴ്ത്തുമ്പോ എന്തേ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഖുർആൻ ഓതാത്തത്? വലാ തകൂനു കല്ലതി നകലത ഗസ്ലഹാ മിൻ ബഅദി ഖുവത്തിൻ അൻകാസാ. വലാ തകൂനു, നിങ്ങൾ ആരകരുത്, കല്ലത്തി ഒരു പെണ്ണിനെ പോലെ. ആരാണവൾ? അല്ലത്തി നകലത ഗസ്ലഹാ മിൻ ബഅദി ഖുവത്തിൻ അൻകാസാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂലിങ്ങനെ ചുറ്റിയിട്ട് വൈകുന്നേരം അത് തിരിച്ച് കറക്കി അഴിച്ചു കിടക്കുന്ന പെണ്ണിനെ പോലെ നിങ്ങൾ ആവരുത് എന്ന് പറഞ്ഞാൽ ജയറാനത്തെന്ന് നമ്മൾ രണ്ടാമത് ഉംറയ്ക്ക് പോകുന്ന ജയറാനത്ത് എന്ന പെണ്ണിനെ കുറിച്ചാണെന്ന് അത് പറയപ്പെടുന്നുണ്ട്. നിങ്ങൾ ആരുടെ മുമ്പിലാണ് അത്ഭുതം കുറി നിൽക്കുന്നത്? ഇതൊക്കെ ഖുർആൻ പറഞ്ഞത് അവസാനം വരെ ഒരാൾക്ക് പോലും ഇതെന്റെ വേദഗ്രന്ഥമല്ല, ഇതെനിക്ക് വഴികാട്ടില്ലെന്ന് പറയാൻ കഴിയില്ല. ഒന്നിനെയും ഞാൻ ഒഴിവാക്കിയിട്ടില്ല.
അത് വളരെ സൂക്ഷ്മമായി ഒരാൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ കൽബൈനി ഫീ ജൗഫിഹി, ഒരു മനുഷ്യന്റെ മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ കൽബൈനി ഫീ ജൗഫിഹി, ഒരു പുരുഷന്റെ ഉള്ളിൽ ഞാൻ രണ്ട് ഹൃദയത്തെ കൊടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിനെ മഫ്ഹൂമു മുഖാലഫ എന്താണ്? സ്ത്രീക്ക് രണ്ടെണ്ണന്നല്ലേ? എന്താണ് അതിനെ മഫ്ഹൂമു മുഖാലഫ? മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ കൽബൈനി ഫീ ജൗഫിഹി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ വൈരുദ്ധ്യമായ മറുഭാഗത്തുള്ള ചിന്ത എന്നാണ്. അപ്പോൾ സ്ത്രീക്ക് രണ്ട് ഹൃദയം, അത് കപടതയുടെ ഹൃദയമല്ല, വഞ്ചനയുടെ ഹൃദയമല്ല. അള്ളാഹു എത്ര സൂക്ഷ്മതയോടെയാണ് പറഞ്ഞത്. മാ ജഅലല്ലാഹു ലിബശരിൻ, ഒരു മനുഷ്യന് രണ്ട് ഹൃദയം കൊടുത്തില്ലെന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ ഖുർആന്റെ വജ്ഹും ഇജാസും അതേപോലെ തകരുമായിരുന്നു. കാരണം സ്ത്രീകൾക്ക് രണ്ട് ഹൃദയമുണ്ടാകുന്ന അപൂർവ സന്ദർഭമുണ്ട്. അവൾ ഗർഭിണിയാകുമ്പോൾ ഒന്ന് അവളുടെ ഹൃദയം, ഒന്ന് അവളുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുട്ടിയുടെ ഹൃദയം. മാ ജഅലല്ലാഹു ലിബശരിൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഖുർആൻ അതോടുകൂടി ലോകത്ത് അവസാനിക്കുമായിരുന്നു. മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ കൽബൈനി ഫീ ജൗഫിഹി എന്ന് പറഞ്ഞപ്പോൾ എത്ര സൂക്ഷ്മമായിട്ടാണ്, എത്ര സൂക്ഷ്മമായി. ഫീ സദ്രിഹി എന്ന് പറഞ്ഞെങ്കിൽ എന്താ ചെയ്യാനെ? ഫീ ജൗഫിഹി എന്ന് പറഞ്ഞത് കൊണ്ടാണ്. ഫീ സദ്രിഹി എന്ന് പറഞ്ഞാൽ ഉമ്മാടെയും ഉള്ളിൽ കിടക്കുന്ന കുട്ടിയുടെ ഹൃദയം ഒരേ സ്ഥലത്ത് വരില്ലല്ലോ. എത്ര മനോഹരമായി ഇതാണ് പറയുന്നത്. നസല ബിഹി ഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. ഇത് ടോൾസ്റ്റോയുടെയും ഷേക്സ്പിയറിന്റെയും മാസ്മരിക കഥകളല്ല, ഇത് വിക്ടർ യുഗോയുടെ ആഖ്യാനമല്ല, ഇത് അഖില ലോക ബ്രഹ്മാണ്ഡ ഘടാകത്തിന്റെ രഹസ്യവും പരസ്യവും അറിയുന്ന പടച്ചവന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ വിശുദ്ധമായ ഖുർആൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രമേൽ മനോഹരമായി, ഇത്രമേൽ സുന്ദരമായി നീ നിന്റെ വീട്ടിലെ കുടുംബത്തെയാണോ നിനക്ക് പരിചയപ്പെടേണ്ടത്? വിശുദ്ധമായ ഖുർആൻ ഒരു സൂറത്തുണ്ട്. നീ ഒരു കുടുംബനാഥനാണോ? നിനക്ക് ഖുർആൻ വഴികാട്ടുന്നുണ്ട്. ഖുർആൻ ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ അങ്കബൂത്ത്. അങ്കബൂത്ത് എന്ന് പറഞ്ഞാൽ ചിലന്തി. അതിലെ ഒരായത്താണ് മസലുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ കമസലിൽ അൻകബൂത്ത് ഇത്തഖദതു ബൈത ഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത്ത്. അല്ലാഹു അല്ലാത്തവരെ ജീവിതത്തിൽ ആശ്രയിക്കുന്നവന്റെ ഉപമ ചിലന്തിയുടെ വീട് പോലെയാണ്. ഇത്തഖദതു ബൈത, ചിലന്തി ഒരു വീടുണ്ടാക്കി. ഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത്ത്, ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചിലന്തിയുടെ വീടാണ്. സഹോദരിമാരെ, ഡോക്ടറായില്ല, എഞ്ചിനീയർ ആയില്ല, വീട്ടിലിരുന്നിട്ട് സാമ്പാറും പരിപ്പും ഉണ്ടാക്കുന്ന ഞങ്ങൾക്ക് ഖുർആൻ എവിടെയെന്ന് ചോദിച്ചാൽ നിന്റെ വീട് ഖുർആനിലുണ്ട്. നിന്റെ വീടിന്റെ അവസ്ഥകൾ വിശുദ്ധമായ ഖുർആനിലുണ്ട്. ഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത്ത്, ലോകത്തിലെ ദുർബലമായ വീട് ചിലന്തിയുടെ വീടാണ്. ഞാൻ കുറയ്ക്കുകയാണ്. ചിലന്തിയുടെ വീട് എന്തുകൊണ്ടാണ് ദുർബലമായത്? കൗതുകത്തോടെ നോക്കിയാൽ ഒരു സെമിറ്റിക് എഞ്ചിനീയറിന്റെ കരകൗശല വൈദഗ്ധ്യത്തെ തോൽപ്പിക്കുന്ന രീതിയിൽ നിമിഷങ്ങൾക്കുള്ളിൽ ആ ചിലന്തി സ്വന്തം ശരീരം കൊണ്ടുണ്ടാക്കുന്ന വീട്, അതിന്റെ ഇടയിലെ നൂലിഴകൾ തമ്മിൽ അളന്നു നോക്കിയാൽ ജാമിതീയ കണക്കുകളെ തോൽപ്പിക്കുന്ന സമീകൃത അകലമാണ്. ആ ഇഴകൾക്ക് ഒരേ അകലമാണ് സ്കെയിൽ വെച്ച് നോക്കിയാൽ. അത്ര മനോഹരമായ വീട് കാറ്റെന്നടിച്ചാൽ പൊട്ടിപ്പോകും, വിരളൊന്ന് തൊട്ടിയാൽ തകർന്നു പോകും. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചിലന്തിയുടെ വീടാണ് എന്നാണ് നമ്മൾ കരുതിയത്. അല്ല സഹോദരങ്ങളെ, ഖുർആന്റെ ഒരൊറ്റ പ്രയോഗം ഇത്തഖദതു ബൈത, വീടുണ്ടാക്കുന്നത് പെൺചലന്തിയാണ്. ഫായിൽ മുഅന്നസാണെങ്കിൽ ഫായിൽ അങ്ങനെ ഒന്നുകൂടെ ഉണ്ട്. ഫായിൽ മുഅന്നസാണെങ്കിൽ ഫീലിൽ താ ചേർക്കണം. വതാഉ തഇനീസിൻ തലിൽ മാലിദ കാനാരി ഉൻസാ കാബത്ത് ഹിന്ദുല്ലദാ എന്നാണ് നഹ്വിന്റെ നിയമം. ഇത് പഠിപ്പിച്ച എൻ്റെ ഗുരുവിനോടുള്ള ഒരേ ഒരു കടപ്പാട് കൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വന്ന് ഇത് പ്രസംഗിച്ച് തിരിച്ച് ഇതേ വണ്ടിയിൽ തിരിച്ചു പോകുന്നു. എൻ്റെ ഈ ബൈത്ത് തന്നെ പഠിപ്പിച്ച എൻ്റെ വന്ദ്യനായ ഗുരുദാസൻ ശൈഖുന പാനിപ്പുറ ഉസ്താദിന്റെ മകൻ ഇവിടുത്തെ മുദരിസാണ് മുഹമ്മദ് മൗലവി. ഉസ്താദിന്റെ ഒരൊറ്റ റിക്വസ്റ്റ് ആണ്, ഞാൻ ഇതിനു വേണ്ടി മാത്രം വന്ന് 40 മിനിറ്റ് പ്രസംഗിച്ചിട്ട് തിരിച്ചു മാവേലിക്ക് എനിക്ക് തിരിച്ചു പോകണം. അള്ളാഹു നമ്മുടെ ഉസ്താദന്മാർക്ക് എല്ലാവിധ ഖൈറും നൽകട്ടെ. അക്ഷയങ്ങളുടെ അക്ഷയക്കനികളിലൂടെ ആശയങ്ങളുടെ മഹാസാഗരം നമുക്ക് തുടർന്നു തന്ന മഹാഗുരുവിന്റെ മുമ്പിലാണ് നമ്മൾ നമിക്കേണ്ടത്. ഇത്തഖദതു ബൈത, വീടുണ്ടാക്കുന്നത് പെൺചലന്തിയാണ്. ആൺചലന്തി വെളിയിൽ നിന്ന് സഹായിക്കലേ ഉള്ളൂ. വീട് പൂർത്തിയായി കഴിഞ്ഞാൽ പെൺചലന്തി ആൺചലന്തിയെ കൊല്ലും. എന്നിട്ട് പെൺചലന്തിയും മക്കളും തമ്മിൽ താമസിക്കാൻ തുടങ്ങും. മിക്കവാറും ഭൂരിഭാഗം അങ്ങനെയാണ്. കുറെ കഴിയുമ്പോൾ ഈ പെൺചലന്തികൾ ആൺചലന്തിയെ കൊല്ലും, ഭാര്യമാർ ഭർത്താവിനെ കൊല്ലും, എന്നിട്ട് അവരും മക്കളും കൂടെ താമസിക്കും. പിന്നീട് അവരുടെ ഭാര്യമാർ ഇവനെ കൊല്ലും. അതുകൊണ്ടാണ് ഏത് ചലന്തി വല നോക്കിയാലും അതിൽ ചത്തുകിടക്കുന്ന ഒരു ചലന്തി കാണും. അത് ഈ പാവം ഭർത്താവാണ്. ഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത്ത്,
ഭാര്യയും ഭർത്താവും തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ, സഹോദരങ്ങളും സഹോദരിമാരും തമ്മിൽ പരസ്പര സ്നേഹവും വിശ്വാസവും നഷ്ടപ്പെട്ട ഏറ്റവും ദുർബലമായ കുടുംബ വ്യവസ്ഥിതിയാണ് ചെലന്തിയുടേത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഇന്ന ഔഹനൽ ബുയൂത്തിൽ ബൈത്തുൽ അൻകബൂത്, ഏറ്റവും ദുർബലമായ വീട് ചെലന്തിയുടെ വീടാണ്. കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ നോക്കിയാൽ ദേശീയപാതയുടെ ഇരുഭാഗത്തും മുഗൾ രാജവംശത്തിന്റെ ശില്പജാതിരിയെ തോൽപ്പിക്കുന്ന കോൺക്രീറ്റ് സൗധങ്ങൾ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. മിക്കവാറും വീടുകൾ ചെലന്തിയുടെ വീടാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് ഈ വീടുകളെ നിങ്ങൾക്ക് കാണണോ? ദുർബലമായ കുടുംബ വ്യവസ്ഥതയുള്ള കണ്ണൂരിൽ നിന്ന് വെളിപ്പാടകലെയാണ്. ഞാനിത് പറയുമ്പോഴും ഈ മുമ്പിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എന്റെ കണ്ടമിടറുന്നുണ്ട്. കാരണം ഈ കണ്ണൂരിൽ നിന്ന് വെളിപ്പാടകലെ രാമന്തളിയിലാണ് ഇന്നലെ 4 അംഗ കുടുംബം ആത്മഹത്യ ചെയ്തത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിന് അസ്വാരസ്യങ്ങൾ കോടതിയിലോട്ട് കയറിയപ്പോൾ കളിപ്പാട്ടങ്ങളും മുത്തം കൊടുത്ത സ്കൂൾ ഉടുപ്പുകളും ബാക്കി വെച്ച് 2ഉം 10ഉം വയസ്സുള്ള 2 മക്കളെ ചേർത്ത് പിടിച്ച് ഒരു കുടുംബനാഥൻ ആത്മഹത്യ ചെയ്തത് ഇവിടെ നിന്ന് വെളിപ്പാടകലെയാണ്. ദുർബലമായ ഈ കുടുംബ വ്യവസ്ഥിതികളെ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അകലങ്ങളെ ഖുർആൻ പറയുകയാണ്, നിങ്ങളുടെ വീടുകൾ ചിലന്തിയുടെ വീട് പോലെ ആവരുത്. കാരണം വീടുണ്ടാക്കാൻ ആർക്കും കഴിയും. ചിലപ്പോൾ വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സക്കന, ബൈത്തും സക്കനും തമ്മിൽ വ്യത്യാസമുണ്ട്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സക്കന, നിങ്ങളുടെ വീടുകൾ ആവാസ വ്യവസ്ഥയ്ക്ക് യോഗ്യമാക്കി. സമാധാനം തന്നത് അല്ലാഹുവാണ്. വീട് തരാൻ പഞ്ചായത്തിന് പറ്റും, പക്ഷെ സമാധാനം തരാൻ പടച്ചോനെ പറ്റുള്ളൂ എന്ന് ഖുർആൻ പറയാണ്. വീട് പഞ്ചായത്തിന് കൊടുക്കാം, അത് വേണമെങ്കിൽ ഏത് ചാരിറ്റി പ്രവർത്തകർക്കും വീട് വെച്ച് കൊടുക്കാം. 4 ചുവരുകളിൽ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ അലതല്ലാൻ വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സക്കന, നിങ്ങളുടെ വീടുകളിൽ അല്ലാഹുവിന്റെ മനോഹരമായ അനുഗ്രഹമുണ്ടാകണം. ഇങ്ങനെ ജീവിതത്തിന്റെ മുഴുവൻ കാലങ്ങളിൽ നമുക്ക് വേണ്ടി നിൽക്കാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഖൈറുൽ കലാമി മാ കല്ല വദല്ല, അരോചകമാകും വിധം സുദീർഘമാവാത്ത അർത്ഥദ്യോതകവും ആശയസമ്പുഷ്ടവും അർത്ഥവൈപുല്യമുള്ള പ്രഭാഷണമാണ് അത്യുത്തമം എന്നാണ് ആപ്തവാക്യം. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആനിനെ ഏറ്റെടുക്കാൻ, സമൂഹത്തിന്റെ ഏത് തുറയിലും നിനക്ക് കടന്നു പോകാൻ കഴിയുന്ന ലോകത്തിന്റെ മനോഹരമായി ഈ ഗ്രന്ഥത്തെ ഏറ്റെടുക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ വിശുദ്ധമായ ഖുർആനിനെ ഏറ്റെടുക്കാൻ മഹാനായ ഇനി ഇവിടെ നടക്കാൻ പോകുന്ന ഖുർആനീക പാരായണത്തിന്റെ ഏറ്റവും വലിയ ആസ്വാദനം, ലോകത്തിലെ ഏറ്റവും വലിയ സംഗീതം ഏതാണ്? ബിതോവന്റെ മൂൺലൈറ്റ് ഓഫ് സട്ടയേക്കാളേറെ ലോകത്തിലെ മനോഹരമായ ഖുർആൻ പാരായണം. കേരളത്തിലെ റിയാലിറ്റി ഷോകളിലെ ഏറ്റവും അറിയപ്പെട്ട സംഗീത രചയിതാവാണ് ശ്രീ ശരത് ചന്ദ്രൻ. അദ്ദേഹം ഒരു ഷോയിൽ പറയുന്നുണ്ട്, അദ്ദേഹം കേരളത്തിൽ ധാരാളം ഹിറ്റുകൾ ഉണ്ടാക്കിയ സംഗീത സംവിധായകനാണ്, സംഗീത രചയിതാവാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ പാട്ടുകളാണ് ടെൻഷൻ വരുമ്പോൾ കേൾക്കുന്നത്. അദ്ദേഹം പറയുന്നത്, എന്റെ ഹൃദയത്തെ പിടിച്ചുലക്കിയ സംഗീതം ഞാൻ രചിച്ച സംഗീതമല്ല. എന്റെ ഒരു സുഹൃത്ത് മക്കയിലെ ഇമാമോതുന്ന ഒരു ഖുർആന്റെ പാരായണത്തിന്റെ കാസറ്റ് എനിക്ക് അയച്ചു തന്നു. അത് കേട്ട് ആ സംഗീതത്തിന്റെ മുമ്പിൽ ഞാൻ തലകുനിച്ചു പോയി എന്ന് അദ്ദേഹം നമ്മോട് പറയുന്നുണ്ട്. എന്താണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ ഒരു ദിവസമുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാകണം. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കെതിരെ പരാതി പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, ഇന്നൽ ഹാദൽ ഖുർആന മഹ്ജൂറാ. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരശതം ആളുകളുടെ മുമ്പിൽ നമുക്ക് നേരെ തിരുനബിയുടെ വിരൽ ചൂണ്ടുന്നത്, ഹജ്ജത്തുൽ വിദായിൽ ഞാൻ കൊടുത്തിട്ട് പോയി സൂക്ഷിപ്പ് സ്വത്തിനെ പാഴാക്കിയവരാണിവർ. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. പടച്ചവനെ, ഇവർ വഖാല റസൂലു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, യാ റബ്ബി, അല്ലാഹുവേ, ഇന്ന ഖൗമി, ഈ ജനങ്ങൾ, ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, ഈ ഖുർആനിനെ അലമാരകളിൽ അടക്കി വെച്ചിരുന്നു. അവർ ഈ വിശുദ്ധമായ ഖുർആൻ ലോകത്ത് പ്രബോധനം ചെയ്തിട്ടില്ല. എന്തിനാണ് ഇത്രയും വലിയ ഒരു സ്റ്റേജ് എന്ന് ചോദിച്ചാൽ ഒരു വെറുപെറുപ്പുണ്ടാക്കും. ഇത്രയും വലിയ ഒരു ശൈലി ഖുർആനിനല്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാണ് ഇത് വെക്കേണ്ടത്? ഖുർആനിന് വേണ്ടിയല്ലാതെ. ഹറമിലെ ഇമാമിന് ഏറ്റവും വലിയ സെക്യൂരിറ്റിയും ഏറ്റവും വലിയ പദവിയുമുള്ളത് ആ പദവി അലങ്കരിക്കുന്ന മക്കാമിന്റെ പ്രത്യേകതയാണ്. അദ്ദേഹം നിൽക്കുന്ന മക്കാമിന്റെ പ്രത്യേകതയാണ്. ഇത് ആർക്ക് വേണ്ടിയെന്നറിയോ? ഇത് എന്റെ ഇമാമിന് വേണ്ടിയാണ്. നാളെ എന്നെങ്കിലും റൂഹ് വിട പറഞ്ഞു പോയാൽ മൈതാനപ്പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി 6 അടി മണ്ണിൽ അടക്കം ചെയ്തിട്ട് അവസാനം മൂടുപലക വെച്ച് മൂടി, മണ്ണിട്ട് മൂടി, മൈലാഞ്ചിച്ചെടി അടയാളം വെച്ച് അവസാനത്തെ വെള്ളവും തെളിച്ച്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, നീ ഇവിടെ സമാധാനത്തോടെ കടന്നു എന്ന വാക്കും പറഞ്ഞ് എല്ലാവരും തിരിച്ചു പോകുമ്പോ അതിന്റെ ചുവട്ടിലിരുന്നിട്ടൊരോതലുണ്ട്, യാ അബ്ദുല്ലാഹ്
യബിനാമത്തില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ഇതാ അത്താക്കൽ മലക്കാനിൽ അസ്വദാനിൽ ഹായിലാനിൽ കരീമാനി ഫൈഖലാക വഅദിലസാക വസഅലാക മൻ റബ്ബുക വമൻ നബിയുക വമൻ ഇമാമുക. ആരുടെ മണ്ണിന്റെ അഗാധതകളിലേക്ക്, ആരോരുമില്ലാത്ത പരലോകത്തിന്റെ യാത്രയുടെ തുടക്കത്തിലേക്ക്, ആരടി മണ്ണിലേക്ക് അവസാനിച്ചിട്ട് പ്രതാപങ്ങളും പേരുകളും പ്രയോജനമില്ലാത്തൊരു കാലത്തേക്കുള്ള ചവിട്ടുപടിയിൽ മുമ്പിലേക്ക് വരുന്ന മലക്കുകളുടെ ചോദ്യമുണ്ട്, നിന്റെ റബ്ബാര? അല്ലാഹു റബ്ബി വ മുഹമ്മദുൻ നബി എന്ന മറുപടി പറയുന്നതിനോടൊപ്പം സഹോദര സഹോദരി ഒരു ചോദ്യമുണ്ട്, വമൻ ഇമാമുക, നിന്റെ ഇമാമാരാ? ഇമാമീ കിതാബുല്ലാഹ്, എന്റെ ഇമാം അല്ലാഹുവിന്റെ ഖുർആനാണെന്ന് പറയാൻ, എന്റെ ഇമാം പടച്ചവന്റെ കലാമാണെന്ന് പറയാൻ, എന്റെ ഇമാമാനെന്നറിയുമോ? ആകാശലോകത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവതരിപ്പിച്ചു കൊടുത്ത പ്രപഞ്ചങ്ങളുടെയും പ്രതിഭാസങ്ങളുടെയും മുകളിലൂടെ ഈ ലോകത്തിന് അവസാനത്തെ മനുഷ്യന്റെ കണ്ടതാളത്തിൽ നിന്ന് ശബ്ദം വരുന്നത് വരെ ലോകത്ത് നിലനിൽക്കുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണെന്ന് പറയാൻ ഞാൻ നിന്നത് ഖുർആന്റെ പുറകിലാണ്, ഖുർആന്റെ മുമ്പിലല്ല. അതുകൊണ്ട് ഖുർആന്റെ പുറകിൽ നിൽക്കണ്ടേ, നമ്മൾ ഖുർആന്റെ മഅ്മൂമാകണ്ടേ, നമ്മുടെ ഇമാമിനെ നമ്മൾ ബഹുമാനിക്കണ്ടേ. ഇമാമി കിതാബുല്ലാഹി വല്ലാഹു ഖിബലതി വദീനി മിനൽ ലദിയാനി അലാ വഫഖറു. ഇമാമി കിതാബുല്ലാഹ്, എന്റെ ഇമാം അല്ലാഹുവിന്റെ ഖുർആനാണ്. അതിനു മറുപടി പറയാൻ നമ്മുടെ ഇമാമിനെ സ്വീകരിക്കാനുള്ള ഗ്രന്ഥമാണ്, അതിനെ സ്വീകരിക്കാനുള്ള സ്റ്റേജാണ്. ഇതിനും ചായവും ചമൽക്കാരവും ആർഭാടവും ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പിന്നീട് പിരിയാനും പിന്നീട് തകരാനുമുള്ള ഒരു കല്യാണത്തിനുണ്ടാക്കുന്ന സ്റ്റേജിനേക്കാൾ ഏറ്റവും വലിയ ആഘോഷം ഈ വൈവിധ്യങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. ഇനി മഹാനായ ശൈഖ് അറാഖിന്റെ അതിമനോഹരമായ സ്വനപേടകത്തിൽ നിന്ന് സ്വരരാഗസുതയുടെ ഒരു വലിയ സായാഹ്ന സാക്ഷാര സവിൽക്കാരം ഇവിടെ ഉണ്ടാകും. ആ ഖുർആന്റെ ആലാപനത്തിൽ നമ്മൾ മടങ്ങും. ലോകത്തിലെ ഏറ്റവും മനോഹരമായ പണ്ഡിത കലാലയം ദാറുൽ ഉലൂം ദൈവത്തിന്റെ സന്നദ്ധദാന സമ്മേളനം കേൾക്കാൻ ഇന്ദിരാഗാന്ധി എത്തി. അന്നവിടെ വന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. اللهم رب هذه الدعوة التامة والصلاة القائمة محمد الوسيلة والفضيلة والدرجة الرفيعة وبعثه مقام محمودا الذي وعدته ورزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരാവാരം പോലെ പരന്നു കിടക്കുന്ന പരശതം പണ്ഡിതന്മാരുടെ മുമ്പിൽ പറയേണ്ടത് എന്തെന്നറിയാതെ പതറുകയാണ് ഞാൻ. പറയണമെന്നേറെയുണ്ട്, പക്ഷേ പറയാൻ വന്നതൊക്കെ പറയാൻ പറ്റിയില്ല. കവി പറഞ്ഞതുപോലെ അറിഞ്ഞതിൽ പാതി പറഞ്ഞില്ല, പറഞ്ഞതിൽ പാതി പതിരായിപ്പോയി. പറയാൻ വന്നതിൻ്റെ പാതി പറയാൻ സമയമില്ല. പറഞ്ഞത് പതിരാണോ കതിരാണോ എന്ന് തീരുമാനിക്കേണ്ടത് ഇതെങ്ങനെ സ്വീകരിക്കുന്നു എന്നാണ്. പക്ഷേ ഈ ആർത്തലമ്പുന്ന ഖുർആനിൻ്റെ ഈ പ്രണയതീരത്തേക്ക് വന്ന് ഇവരെ കാണുമ്പോൾ എനിക്ക് വിനീതമായ അഭ്യർത്ഥനയുണ്ട്. ഏതാണ്ട് ഈ ചുറ്റുവട്ടത്തിൻ്റെ ഉള്ളിൽ 13ഓളം ഹിഫ്ദുൽ ഖുർആന്റെ കോളേജുകളാണ്. ഇൻഷാ അല്ലാഹ് ഈ മൈതാനം പള്ളി കണ്ണൂരിലെ ഖുർആനീക പ്രബോധനത്തിൻ്റെ ഒരു തലസ്ഥാനമായി മാറണം. ഇവിടെ അതിനു വേണ്ടി ഇൻഷാ അല്ലാഹ് അതിനുള്ള മുഹിബ്ബീങ്ങൾ ഖാദിമീങ്ങൾ എന്നോട് ശിഹാബുദ്ദീൻ മൗലവി 2-3 ദിവസം കൊണ്ടാണ് ഇത്രയും വലിയ ചെലവുകൾ ആളുകൾ ഏറ്റെടുത്തത്. ഈ മൈതാനം പള്ളിയുടെ കീഴിൽ ഒരു നല്ല ഹിഫ്ദുൽ ഖുർആൻ ഉണ്ടാവണം. അതിൻ്റെ ഒരു ക്യാപിറ്റലായി മാറണം. അവസാനം പടച്ചവന്റെ മുമ്പിൽ ഞങ്ങളുടെ ഇമാമിനെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് 6 അടി മണ്ണിൽ കടന്ന് പറയാനുള്ള ഒരു മേൽവിലാസം നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി പരിശ്രമിക്കണം. ഈ ഒരു സമ്മേളനം അതിന് കാരണമാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളെല്ലാവരും കൂടെ വയ്ക്കില്ലേ? അതിനുള്ള കഴിവുള്ളവരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ശിഹാബുദ്ദീൻ മൗലവിയുടെ നേതൃത്വത്തിൽ വലിയ ഖാദിമീങ്ങളുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ വിനീതന്റെ ഒരു സ്ഥാപനമുണ്ട്, ഹംദാൻ ഫൗണ്ടേഷൻ. എൻ്റെ ഹിഫ്ദുൽ ഖുർആനിലെ വിദ്യാർത്ഥികളും അവസാന ഫൈനലിലേക്ക് വന്ന 2 പേരിൽ 2 പേർ എൻ്റെ വിദ്യാർത്ഥികളാണ്. ഈ ഖിറാഅത്ത് മത്സരത്തിൽ അവസാന ഫൈനലിലേക്ക് വന്ന 2 പേർ, പേര് ഞാൻ പറയുന്നില്ല, കാരണം അത് വിധിയെ സ്വാധീനിച്ചാലോ എന്നോർത്ത് ഞാൻ പേര് പറയുന്നില്ല. 2 പേർ എൻ്റെ വിദ്യാർത്ഥികളാണ്. ഈ മഹാമത്സരത്തിലും ഈ പാവപ്പെട്ടവന്റെ പരിശ്രമത്തിന്റെ ഒരു തുള്ളിയുണ്ട് എന്നറിയുന്ന കൃതാർത്ഥതയോടെ ദുആയിൽ മറക്കരുത് എന്ന വസിയ്യത്തോടെ ഞാൻ വിട പറയുകയാണ്. ആഗ്രഹം കൊണ്ട് മാത്രം ഖുർആന്റെ ഏത് സദസ്സിലും വിളിച്ചാൽ ഞാൻ വരും. അതെൻ്റെ ഒരു ഖാദിമാണ് ഞാൻ. വിശുദ്ധ ഖുർആനിൻ്റെ എൻ്റെ നാവിൻ തുമ്പിൽ ഒരു മധുരമായി, ഹൃദയത്തിൽ ഒരു പൊലിമയായി, ജീവിതത്തിൽ വഴികാട്ടിയായി, ഖുർആനീക ദർശനം വെടുത്തിക്കാട്ടിയ മായൂര വിദ്യത്തിൻ്റെ മുമ്പിൽ
വിനീതനായി നിൽക്കാനാണ് എനിക്ക് താല്പര്യം. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇഖ്വാനി വഖുല്ലാനി ലാ തൻസൂനി മിൻ സാലിഹി ദുആയിക്കും മഅ തഹിയ്യത്തി വസ്സലാം. അഖൂക്കും ഫിൽ ഇസ്ലാം അഹ്മദ് കബീർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.